രണ്ടാം ഭാരത് ജോഡോ യാത്രയ്ക്ക് തുടക്കമിട്ട മണിപ്പൂരിന്റെ മണ്ണിലേക്ക് മനുഷ്യ സങ്കടങ്ങൾ ഏറ്റെടുക്കാൻ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എത്തി. മണിപ്പൂരിലെ സ്ഥിതി മാറിയിട്ടുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് വീണ്ടും എത്തിയതെങ്കിലും ഒരു മാറ്റവും ഉണ്ടായിട്ടില്ലെന്നത് വേദന ഉളവാക്കുന്നുവെന്ന് പറഞ്ഞ രാഹുലിന്റെ മുന്നിൽ കലാപത്തിന്റെ ഇരകൾ ദുരിതത്തിന്റെ കെട്ടഴിച്ചു. കുക്കി മെയ്തേ മേഖലകളിലെത്തിയ രാഹുലിനെ അവർ ഇരു കൈയും നീട്ടി സ്വീകരിച്ചു. കലാപം കൈകാര്യം ചെയ്ത രീതിക്കെതിരായുള്ള പ്രതിഷേധം ഗവർണറെ അറിയിച്ചെങ്കിലും ഇക്കാര്യം രാഷ്ട്രീയവൽക്കരിക്കില്ല എന്ന് രാഹുൽ മാധ്യമങ്ങളോട് പറഞ്ഞു. മണിപ്പൂരിലെ ജനങ്ങൾക്ക് ആശ്വാസം നൽകാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസ്ഥാനം സന്ദർശിക്കണമെന്നും ആവശ്യപ്പെട്ടു. 200-ലേറെ പേർ കൊല്ലപ്പെടുകയും 1,00,000-ലധികം പേർ ഭവനരഹിതരാകുകയും ചെയ്ത കലാപം ആരംഭിച്ചിട്ട് 14 മാസമായെങ്കിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതുവരെ സംസ്ഥാനം സന്ദർശിച്ചിട്ടില്ല. കലാപം ആരംഭിച്ച ശേഷമുള്ള രാഹുലിന്റെ 3ാമത്തെ മണിപ്പൂർ സന്ദർശനത്തിന് മണിക്കൂറുകൾക്ക് മുൻപ് മണിപ്പൂർ അസം അതിർത്തിയിൽ സുരക്ഷാ സേനയുടെ വാഹനത്തിന് നേരെ നടന്ന വെടിവെപ്പ് ആശങ്കയുണ്ടാക്കി. 2 പേർ പിടിയിലായിട്ടുണ്ട്. അസമിലെ കച്ചാർ ജില്ലയിലെ വെള്ളപ്പൊക്ക ദുരിതാശ്വാസ ക്യാമ്പ് സന്ദർശിച്ച ശേഷമാണ് രാഹുൽ മണിപ്പൂർ കലാപത്തിലെ ഇരകൾ താമസിക്കുന്ന ജിരിബാമിലെ ദുരിതാശ്വാസ ക്യാമ്പിലെത്തിയത്. തുടർന്ന് ചുരാചന്ദ്പൂരിലെയും ബിഷ്ണപൂരിലെയും മീറാങ്ങിലെയും ക്യാമ്പുകൾ സന്ദർശിച്ചു. ചുരാചന്ദ്പൂരിലെ കുക്കി ക്യാമ്പുകൾ സന്ദർശിച്ച രാഹുലിനെ ഔട്ടർ മണിപ്പൂർ MP ആൽഫ്രഡ് ആർത്തർ അനുഗമിച്ചു. മെയ്തേ മേഖലകളിലെ സന്ദർശനത്തിൽ ഇന്നർ മണിപ്പൂർ MP ഡോക്ടർ ബിമൽ അക്കോജാം, മുൻ മുഖ്യമന്ത്രി ഇബാബ് സിംഗ് തുടങ്ങിയവരും ഒപ്പമുണ്ടായിരുന്നു. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും ഒപ്പമുണ്ടായിരുന്നു.